ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കലി ഇന്ത്യൻ മാർക്കറ്റ് ഏതൊക്കെ മാസങ്ങളിലാണ് തിരിച്ച് കയറിയിട്ടുള്ളത് എന്നാണ്. ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ പറയാം. ബജറ്റ് മാർക്കറ്റിന് വളരെ അനുകൂലമായിട്ട് വരികയും ഈ ഫെബ്രുവരി മുതൽ ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വിവിധ കാറ്റഗറി ഉണ്ട്. എന്തുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ SIP ഒക്കെ ചെയ്യുന്നവർ ഒരു ചെറിയ ഒരു ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ലാഭം കൂടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഷിഫ്റ്റിംഗ് നടത്തണോ വേണ്ടയോ എന്നുള്ളത് ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ താഴെ പറയുന്ന ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഷിഫ്റ്റിംഗ് നടത്തുക, അത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഷിഫ്റ്റിംഗ് നടത്തണ്ട. ക്രൈറ്റീരിയ നമ്പർ 1, നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ CAGR ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ കുറയുന്നുണ്ടാകും. അത് 12% താഴേക്ക് പോകുന്നുണ്ട് എങ്കിൽ ഷിഫ്റ്റിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. അപ്പോൾ അത് ഏതിലേക്ക് ഷിഫ്റ്റിംഗ് നടത്തണമെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം, വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം പറയാൻ കാരണം 25,000 രൂപ SIP ചെയ്യുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് 12% വെച്ച് റിട്ടേൺ ലഭിക്കുന്നുണ്ട് എന്ന് കരുതുക. അദ്ദേഹം എല്ലാ വർഷവും 10% ടോപ്പപ്പും ചെയ്യുന്നുണ്ട് എങ്കിൽ 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത്, റിട്ടേൺ അല്ല, മൊത്തം അദ്ദേഹത്തിൻ്റെ കോർപ്പസ് എന്ന് പറയുന്നത് 84 ലക്ഷം രൂപയാണ്. എന്നാൽ അദ്ദേഹത്തിന് 15% വെച്ചിട്ടാണ് റിട്ടേൺ ലഭിക്കുന്നതെങ്കിൽ 11 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കോർപ്പസ് എന്ന് പറയുന്നത് 1.23 കോടിയാണ്. 10 വർഷം കൊണ്ട് 1 കോടി എത്താനായിട്ട് ഒരു 1 ലക്ഷത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ 11 വർഷം നോക്കിയപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ കോർപ്പസ് 1.25 ലക്ഷത്തോളം, അതായത് 1.23 crore ആയിട്ട് കൂടുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 2 ക്രൈറ്റീരിയ, ഒന്ന് 12% റിട്ടേണും, 2 15% റിട്ടേണുമാണ്. ഏതൊരു ഇൻവെസ്റ്ററും അവരുടെ റിട്ടേൺ കൂട്ടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ, അതായത് CAGR കുറയുന്നുണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ 12%-ലും താഴെയായിട്ട് കുറയുന്നുണ്ട് എങ്കിൽ അത് കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ സമയങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ആ സമയങ്ങളിൽ റിട്ടേൺ കൂടുതൽ തരുന്ന മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് വളരെയധികം ലാഭം ഉണ്ടാകാറുണ്ട്. അത് ഞാൻ ഡേറ്റ അടക്കം കാണിച്ചു തരാം. ഇനി നമ്മുടെ കോർ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചാർട്ട് നിഫ്റ്റിയുടെ ചാർട്ടാണ്, 5 വർഷത്തെ ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും ഓരോ മാസമാണ്, മന്ത്ലി ചാർട്ടാണ്. നമുക്ക് റെഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് വരുന്ന ഗ്രീൻ ക്യാൻഡിൽ, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 2 റെഡ് ക്യാൻഡിൽ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലാണ്. ഇത് എന്നാണ് വന്നതെന്ന് ഡേറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5-ാം മാസമാണ്, 2021 5-ാം മാസമാണ്. അതായത് 5-ാം മാസം എന്ന് പറഞ്ഞാൽ മെയ് മാസമാണ് ഈ ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നത്. അവിടുന്ന് നല്ലൊരു റാലി നടത്തി, കറക്ഷൻസ് കാര്യങ്ങളിങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പല വട്ടം റെഡും ഗ്രീനും വരുന്നുണ്ട്. സോ ആ മാർക്കറ്റ് അവിടെ സൈഡ് വൈസ് ആണ്. അത് കഴിഞ്ഞ് അടുപ്പിച്ച് 3 റെഡ്, അതിനുശേഷം നല്ലൊരു ഗ്രീന്. ഇതിപ്പോൾ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലുമാണ്. കാരണം ഇതിൻ്റെ ഹൈയും ക്ലോസും സെയിം ആണ്. അറിയാലോ, ഹൈയും ക്ലോസും സെയിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിരിക്കും. എനിവേ, ഈ ക്യാൻഡിൽ എന്നാണ് വന്നതെന്ന് നോക്കാം നമുക്ക്. ഇത് 2022-ലാണ്. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ട സിനാരിയോയിൽ 2021 മെയ്യിലാണെങ്കിൽ, രണ്ടാമത് കണ്ട സിനാരിയോ 2022 ജൂലൈയിലാണ്, 7-ാം മാസം. അവിടുന്ന് മാർക്കറ്റ് ഒരു റാലി സ്റ്റാർട്ട് ചെയ്തു. അത് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെ തന്നെ ഒരു 4 മാസത്തോളം കറക്ഷൻ വരുന്നുണ്ട്. പിന്നീട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നത് 2023 ഏപ്രിലാണ്. സോ നോക്കുക, 2021 കഴിഞ്ഞു, 22 കഴിഞ്ഞു, ഇപ്പോൾ 2023 ഇവിടെയും റാലി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഏപ്രിലാണ്. ആ ഒരു റാലി ഒരു മാസീവ് റാലിയായിരുന്നു, 23-ലെ റാലി. അതൊരു വലിയ റാലിയായിരുന്നു നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെ ഒരു കറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സൈഡ് വൈസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നിട്ട് വീണ്ടും അത് വളരെ മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് 2024 എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. 2024 വലിയ കറക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എൻ്റെയർ മാർക്കറ്റ് മുകളിലേക്ക് പോകുമായിരുന്നു. അവിടെ ഒരു കറക്ഷൻ നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. 2023 ഏപ്രിൽ തുടങ്ങിയ റാലി അവസാനിക്കുന്നത് 2024 സെപ്റ്റംബറിലാണ്. അതായത് ഇപ്പോൾ ഈ കർസർ നിൽക്കുന്ന ഇവിടെ. ഒക്ടോബർ തൊട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്തു. 1, 2, 3, 4, 5 മാസം. അതിനുശേഷം 6-ാമത്തെ മാസം ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അത് ഏത് മാസമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് മാസമാണ്. 2025 മാർച്ച് മാസത്തിൽ തുടങ്ങിയ റാലി ഇപ്പോൾ സൈഡ് വൈസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചേറെ നാളായിട്ട് നമ്മുടെ മാർക്കറ്റ് സൈഡ് വൈസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് പ്രതീക്ഷ തരുന്നത് ഇനിയൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ആ ഗ്രീൻ ക്യാൻഡിൽ എന്തായാലും ജനുവരി വരാനൊരു സാധ്യതയില്ല. ജനുവരിയിലെ ഈ വലിയ റെഡാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ വലിയ റെഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്രീൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഫെബ്രുവരിയിൽ മാർക്കറ്റ് കയറാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം ഫെബ്രുവരിയിലും ബജറ്റ് വരുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ഈ സൈഡ് വേസും കാര്യങ്ങളും ഗവൺമെൻറ് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പണ്ട് ചൈനയിൽ ഇങ്ങനെ വന്നപ്പോൾ ചൈനയിൽ ഏതാണ്ട് ഒരു 3 വർഷം മാർക്കറ്റ് കയറുകയില്ല. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ് മാർക്കറ്റ് കയറാനായിട്ട് കുറേ സംഭവങ്ങളൊക്കെ എടുത്തു. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റ് അടിച്ചു വിട്ട് കയറുകയാണ്. അപ്പോൾ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മ്യൂച്വൽ ഫണ്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ കുറേ ഫയലുകൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫയൽസ് സ്റ്റഡി ചെയ്തിട്ട് ഞാൻ ഒരു 3-4 പേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റഡി ചെയ്യുന്നത്. കാരണം എൻ്റയർ സാധനങ്ങൾ നമ്മളിതിൽ സ്റ്റഡി ചെയ്യാൻ പോയാൽ ഈ വീഡിയോ തീരൂല. കാരണം ഞാൻ തന്നെ അത് ഒരു ദിവസം ഇരുന്ന് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ വളരെയധികം ലെങ്തി ആയിപ്പോൾ അതിൻ്റെ കോർ സംഭവങ്ങൾ അതുമാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഫയലിലേക്ക് പോവാം. ഇവിടെ ഗോൾഡ് ആൻഡ് സിൽവർ, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്, ഓവർസീസ് ഫണ്ട്, ഇങ്ങനെ 4 പേജുകൾ. ഒരു 10-20 പേജ് സോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ 4 പേജിലേക്ക് എത്തിയത് കേട്ടോ. അത് പോട്ടെ. അപ്പോൾ ഈ പേജുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളത് സിൽവർ ആണ് എന്നറിയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിൽവറിൻ്റെ ഫയലൊന്ന് തുറക്കാം. ഞാനിവിടെ നോക്കിയിരിക്കുന്നത് ഈ മാസം ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള സിൽവർ മ്യൂച്വൽ ഫണ്ടുകളാണ്. ഓർക്കുക, ഇത് മ്യൂച്വൽ ഫണ്ടുകളാണ്. പല മ്യൂച്വൽ ഫണ്ടുകളും ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഫണ്ട് ഓഫ് ഫണ്ട്സ് ആണ്. മറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ്, അതാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ്. അപ്പോൾ ഇതിൽ പലതും ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്നത് നമ്മളിവിടെ കാണാം. UTI സിൽവർ ETF ഫണ്ട് ഓഫ് ഫണ്ടാണ്. ആ റിട്ടേൺ എന്ന് പറയുന്നത് 40%. പക്ഷേ ഇതങ്ങനെ നോക്കണ്ട. ഇതിലിപ്പോൾ ഏറ്റവും കുറവ് റിട്ടേൺ തന്നിരിക്കുന്ന ഫണ്ട് 36%-ന് മുകളിൽ തന്നിട്ടുണ്ട് ഈ മാസത്തെ. പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു വരും കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഞാൻ നോക്കിയപ്പോൾ DSP ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയപ്പോൾ DSP സിൽവർ ആയിരുന്നു ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ റിട്ടേൺ 36.5 ആണ്. UTI സിൽവർ അത് ഏറ്റവും കൂടുതലായിട്ട് കയറി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം എന്നാന്ന് വെച്ചാൽ ട്രാക്കിംഗ് എററും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ റിട്ടേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടാവും. അതേപോലെ SBI സിൽവർ നമുക്കിവിടെ കാണാൻ പറ്റും 39%. HDFC സിൽവർ കാണാൻ പറ്റും 38.25%. ആക്സിസ് സിൽവർ കാണാൻ പറ്റും 38.71%. ടാറ്റ 38%, നിപ്പോൺ 38%, പിന്നെ ICICI പ്രൊഡൻഷ്യലിൻ്റെ സിൽവർ 37.81%. അങ്ങനെ പിന്നെ ബാക്കിയുള്ളതെല്ലാം 37-ൻ്റെ അടുത്ത് 36-ന് മുകളിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ട്രാക്കിംഗ് എറർ വരാം. NAV അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അതിൽ വരാം. അങ്ങനെയൊക്കെ വന്നിട്ട് ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എനിവേ ഇതെല്ലാം നല്ലതാണ്. ഒരെണ്ണം തന്നെ നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റില്ല. കാരണം അടുത്ത ആഴ്ച നമ്മൾ ഡേറ്റ എടുക്കുമ്പോൾ താഴെ കിടക്കുന്ന മുകളിൽ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് സിൽവറിൻ്റെ ഒരു മാസത്തെ റിട്ടേൺ ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റിട്ടേൺ എടുത്താൽ പോലും 36%-ന് മുകളിലുണ്ട്. ഇനി നമുക്ക് ഒരു വർഷത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവറിൻ്റെ റിട്ടേൺ തന്നിരിക്കുന്നത് 211%, 214%, പിന്നെ 211, 207, 202, 207.6 എല്ലാം 200-ന് മുകളിൽ. അതായത് ഇവിടെ ക്യാപിറ്റൽ ഡബിളായി എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മുടെ മറ്റ് ഫണ്ടുകൾ റിട്ടേൺ കുറവാണ് തന്നിട്ടുള്ളത് എങ്കിലും ഈ സിൽവറിലും കൂടെ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ആ ഒരു CAGR അധികം താഴെ പോകാതെ നിൽക്കുമായിരുന്നു അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ മാസവും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടുകൾ ഏതാണെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യണം. പറ്റുമെങ്കിൽ അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഞാൻ പറയുന്നു പറ്റുമെങ്കിലും പറ്റില്ലെങ്കിലും അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് വിൽക്കാം. ഇപ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അത് അവരുടെ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് കമൻറ്റിലാണെങ്കിലും വീഡിയോയുടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. കാരണം പലരും പറയുന്നത് എനിക്ക് 100% റിട്ടേൺ, 150% റിട്ടേൺ കിട്ടി. ചിലവർ പറഞ്ഞ് എനിക്ക് 75% റിട്ടേൺ കിട്ടി, ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ്. ഓക്കെ, നോ പ്രോബ്ലം. അതവർക്ക് ബുക്ക് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്താലല്ലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളുടെ അവസ്ഥയോ? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും മ്യൂച്വൽ ഫണ്ടുകൾ അതിൻ്റെ പ്രാധാന്യം ഇതെല്ലാം ഞാൻ വാട്സപ്പിൽ ഫയലായിട്ട് അയച്ചു കൊടുത്താണ്. അത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ദയവായിട്ട് ഒന്ന് മെസ്സേജ് അയക്കാം. കാരണം ചിലരുടെ വാട്സപ്പ് നമ്പർ കിട്ടുന്നില്ലായിരുന്നു. അവർ അക്കൗണ്ടിൽ, അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കൊടുത്ത വാട്സപ്പ് നമ്പറിലൊക്കെ അതിലാണ് അയക്കാറ്. അങ്ങനെയാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ ചിലരുടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടാത്തവർക്ക് അയച്ചിട്ടില്ല. ഇനിയിപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും, നമ്മൾ വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിവേ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുക. ഇനിയുള്ള അപ്ഡേഷൻസ് കിട്ടുന്നതാണ്.
അപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് മെസ്സേജ് അയക്കുക. അതായത് ഈ ജനുവരി മാസം വരെ മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അത് കുഴപ്പമില്ല, നമ്മുടെ ക്ലയൻസാണ്. നമുക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടണം. ഇതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ക്ലയൻസിന് വളരെ നല്ല റിട്ടേൺ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അയക്കുന്നത്. പക്ഷേ എല്ലാവരും അത് കൺവിൻസ് ആകണമെന്നില്ല. പിന്നെ എനിക്ക് തെറ്റ് പറ്റാം. ഞാൻ എടുക്കുന്ന ഡേറ്റ കറക്റ്റായിരിക്കും. എൻ്റെ ഊഹം ഈ മാസം നന്നായിട്ട് റിട്ടേൺ തന്നു, അതുകൊണ്ട് അടുത്ത മാസം അത് തരാൻ സാധ്യത ഇതാണ്. അത് ചിലപ്പോൾ തെറ്റിപ്പോവാം. പക്ഷേ എൻ്റെ ഉദ്ദേശം ഇത്രയാണ്, ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് കണ്ടു. സോ എൻ്റെ ക്ലയൻസിനെ എനിക്കത് അറിയിക്കണം. ഇതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അയക്കുന്നത്. ഒരിക്കലും അവരുടെ പൈസ പോകണം അല്ലെങ്കിൽ അവർക്ക് റിട്ടേൺ കിട്ടരുത് എന്ന് കരുതിയിട്ട് ഒരു മെസ്സേജ് പോലും ഞാൻ ആർക്കും അയക്കാറില്ല. ഈ വീഡിയോ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മാസവും ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്നത് സിൽവറാണ്. സോ ആ ട്രെൻഡിൻ്റെ പുറകെ പോവുക. ട്രെൻഡ് ഏതിലാണ്? സിൽവറിനാണ്. അതുകൊണ്ട് ട്രെൻഡിൻ്റെ പുറകെ ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, ഇത് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. സിൽവറിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. എനിക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളവർക്ക് റിസ്ക് കുറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സിൽവർ ഉൾപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, സിൽവർ ഉൾപ്പെട്ടിട്ടുള്ള പ്യുവർ സിൽവറിലല്ലാതെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അതിൽ റിസ്ക് കുറവാണ്. അപ്പോൾ ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സിൽവർ എന്ന് പറയുന്നത്. എന്നാൽ എനിക്ക് അത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ മറ്റൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം ഏതാണെന്ന്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗോൾഡ് ആൻഡ് സിൽവർ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾഡിലും സിൽവറിലുമാണ്. ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളത് സിൽവറാണ്. രണ്ടാമത് റിട്ടേൺ തന്നിട്ടുള്ളത് ഗോൾഡാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വൊളറ്റാലിറ്റി ഉള്ളത് സിൽവറിനാണ്. സിൽവറിനെ കഴിഞ്ഞും സ്റ്റെബിലിറ്റി ഉള്ളത് ഗോൾഡിനാണ്. ഇനി ഇടിയുന്ന കാര്യം വരാം. ഏറ്റവും ഫാസ്റ്റായിട്ട് താഴേക്ക് ഇടിയുന്നത് സിൽവറാണ്. എന്നാൽ ഗോൾഡ് അത്രയധികം ഇടിയാറില്ല, അത്രയധികം കയറാറുമില്ല, അത്രയധികം ഇടിയാറുമില്ല. സോ പ്യുവർ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, അത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ എന്ത് ചെയ്യണം? ഗോൾഡിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതും നമ്മൾ ഈ 1 മന്ത് ഡേറ്റ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കൊട്ടക്കിൻ്റെ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട് 27.25% റിട്ടേൺ നമുക്ക് 1 മന്ത് കൊണ്ട് കിട്ടി. എന്നാൽ HDFCയുടെ ഗോൾഡ് ഈ ഗോൾഡ് ETF എന്ന് പറയുന്നത് ETF ഫണ്ട് ഓഫ് ഫണ്ടാണ് കേട്ടോ. അതായത് ഗോൾഡ് ETFകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഇത് പ്യുവർ ഗോൾഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളത് സിൽവറാണ്. അതിൻ്റെ ഫയൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത് റിട്ടേൺ തന്നിട്ടുള്ളത് ഗോൾഡാണ് എന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരു മ്യൂച്വൽ ഫണ്ട് കൂടിയുണ്ട് ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ മുകളിൽ കാണുന്നത്. താഴെ പ്യുവർ ഗോൾഡാണ്. സോ ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ റിട്ടേൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിന് കാരണം, ഫോർ എക്സാമ്പിൾ മോട്ടിലാൽ ഓസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ പാസീവ് ഫണ്ട് ഓഫ് ഫണ്ട്, അതിന് 20% റിട്ടേൺ 1 മന്ത് റിട്ടേൺ. എന്നാൽ കൊട്ടക്കിൻ്റെതിന് 27.25% ഉണ്ട്. എന്താണ് അങ്ങനെ വ്യത്യാസം എന്ന് വെച്ചാൽ, കൂടുതൽ സിൽവറിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടും, കുറവ് സിൽവറിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് കുറവ് റിട്ടേൺ കിട്ടും. അല്ലെങ്കിൽ ഗോൾഡിൻ്റെ അനുപാതം കൂടിയാലും റിട്ടേൺ കുറവായിരിക്കും. അതുകൊണ്ടാണ്, അല്ലാതെ ഈ മ്യൂച്വൽ ഫണ്ടുകൾ മോശമായിട്ടല്ല. അപ്പോൾ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് ഇതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ട് മോശമാണ് എന്ന അർത്ഥമില്ല. കാരണം അതിൽ സിൽവറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ കുറവാണ്. സോ അത് താഴെ പോകുമ്പോഴും അത്രയ്ക്കേ താഴെ പോകും. ഇപ്പോൾ കൊട്ടക്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് സിൽവറിൻ്റെ പ്രൈസ് ഇടിഞ്ഞാൽ വളരെയധികം താഴെ പോകും. എന്നാൽ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ടും താഴെ പോകും, പക്ഷേ കൊട്ടക്കിൻ്റെ അത്രയും താഴെ പോകില്ല. അപ്പോൾ ആ സംഭവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എഡൽവൈസ് ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ടുണ്ട്, മോട്ടിലാൽ ഓസ്വാൾ ഗോൾഡ് ആൻഡ് സിൽവർ ഫണ്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. 24%, 22%. ഇത് ഒരു മാസത്തെ റിട്ടേൺ ആണ്, ഒരു വർഷത്തെ റിട്ടേൺ അല്ല. ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേണിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡൽവൈസിൻ്റേത് 139%, മോട്ടിലാൽ ഓസ്വാളിൻ്റെ 116%. മറ്റ് ഫണ്ടുകൾ ഒരു വർഷമായിട്ടില്ല. എന്നാൽ ഇവിടെ വേറെ ഒരു സാധനം കാണാം. ഇത് ഒരാൾ നമ്മുടെ യൂട്യൂബ് കമൻറ്റിൽ ചോദിച്ചാണ്, വേൾഡ് മൈനിങ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ എന്നുള്ളത്. ആ മ്യൂച്വൽ ഫണ്ടാണിത്. DSP വേൾഡ് ഗോൾഡ് മൈനിങ് ഓവർസീസ് ഇക്വിറ്റി ഓംനി ഫണ്ട് ഓഫ് ഫണ്ട്. ഇത് വളരെ പഴക്കമുള്ള ഒരു ഫണ്ടാണ്, DSPയുടെ ഫണ്ടാണ്. ഗോൾഡ് മൈനിങ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ 10 വർഷത്തെ CAGR പോലും 23 പോയിൻറ്റ് സംതിങ് ആണ്. 5 വർഷത്തേത് 27% മുകളിലാണ്, 3 വർഷത്തെ 53% മുകളിലാണ്, 2 വർഷത്തേത് 102% മുകളിലാണ്,
ഒരു വർഷത്തേത് 187%. ഓൾമോസ്റ്റ് സിൽവറിൻ്റെ അടുത്ത് റിട്ടേൺ. സിൽവർ 200ൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ മൈനിങ് കമ്പനി 187% റിട്ടേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇത് ഗോൾഡ് മൈനിങ് കമ്പനിയാണ്, സിൽവർ അല്ല. സിൽവർ എനിക്ക് തോന്നുന്നു പല മൈൻ ചെയ്യുമ്പോഴും ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു. ഗോൾഡ് അങ്ങനെയല്ല, ഗോൾഡ് അല്ലാതെ ഭൂമിയിൽ നേരിട്ട് നമുക്ക് ലഭിക്കും, മൈൻ ചെയ്തെടുക്കാൻ പറ്റും. സിൽവർ അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ മൈനിങ് കമ്പനി ശരിക്കും പറഞ്ഞാൽ ഗോൾഡിനെ കഴിഞ്ഞ് വളരെയധികം കൂടുതൽ റിട്ടേൺ തന്നു. ഓൾമോസ്റ്റ് ഡബിൾ റിട്ടേൺ എന്ന് നമുക്ക് പറയാം. ഗോൾഡ് എത്രയാണോ തന്നേക്കുന്നത് എന്നാൽ അതിൽ കഴിഞ്ഞ റിട്ടേൺ തന്നിട്ടുള്ളതാണ് ഗോൾഡ് മൈനിങ് കമ്പനി. 187% എന്ന് പറയുന്ന വലിയൊരു മാസീവ് റിട്ടേൺ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ഇന്നാളൊന്ന് നോക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം നോക്കുക, ഇതിലൊക്കെ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമായിരിക്കും. അവർ വിൽക്കാതെ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഈ മുകളിലത്തെ ഫണ്ടുകളിലൊക്കെ, സിൽവറിൻ്റെ ഫണ്ടുകളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനൊന്നും തടസ്സമില്ല. ഇനി എനിക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല, ഇതിലും കുറവാണ് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ സുഖമായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡിൻ്റെ റിട്ടേൺ കണ്ടോ 12.5% തൊട്ട് 12%-ൻ്റെ അടുത്ത് കണ്ടോ, 11.91, 9.5 ഇങ്ങനെയൊക്കെയാണ്. അതായത് വലിയ ട്രാക്കിംഗ് എററൊന്നും ഗോൾഡിൻ്റെ ഇതിലില്ല, കാരണം അധികം വോളട്ടൈലല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ സിൽവറിൻ്റെന് നമ്മൾ കുറച്ച് റിട്ടേണിൻ്റെ വ്യത്യാസം കണ്ടല്ലോ, അത് അടുത്ത ദിവസങ്ങളിൽ മാറാം കേട്ടോ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. ETF-ൻ്റെ ക്ലോസിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കിയിട്ടാണ് NAV കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അവസാനം ട്രേഡ് ചെയ്തിട്ടുള്ള 15 മിനിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് ക്ലോസിംഗ് പ്രൈസ് കണക്ക് കൂട്ടുക. അങ്ങനെ വരുമ്പോൾ ഓരോ ETF-കളിലും റിട്ടേൺ തന്നെ വ്യത്യാസം വരും. ഓരോ ETF-കളുടെയും റിട്ടേൺ വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഷോർട്ട് ടേം റിട്ടേണെ ബാധിക്കും. അത്രയേ ഉള്ളൂ, ഷോർട്ട് ടേം റിട്ടേണിനെയാണ് ബാധിക്കുക. പിന്നീട് ആ ഒരു സംഭവമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത ഇതിൽ വരും. അപ്പോൾ അങ്ങനെ വ്യത്യാസം വരാം. ഗോൾഡിൽ അത്രയധികം വോളറ്റാലിറ്റി ഇല്ലാത്തതുകൊണ്ട് അത്രയധികം വ്യത്യാസം നമ്മൾ ഈ ഫണ്ടുകൾ തമ്മിൽ കാണുന്നില്ല. അപ്പോൾ സിൽവറിൽ അങ്ങനെ വ്യത്യാസം വരുന്നതിന് കാരണം ഇതാണ് എന്ന് വെച്ചാൽ അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല, മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഫയലിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, മ്യൂച്വൽ ഫണ്ട്, ETF, സ്റ്റോക്ക് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാം. വിദേശത്തുള്ളവർക്ക് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാൻ സാധിക്കില്ല. അവർക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അസറ്റ് പ്ലസ്, ഫണ്ട്സ് ബസാർ ഇവയുടെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അയച്ചു തന്നാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ അയച്ചു തന്നാൽ മതി. അതിൽ നമുക്ക് അക്കൗണ്ട് എടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ഞാൻ സജസ്റ്റ് ചെയ്തു തരാം. അപ്പോൾ അവിടെ വേറെ ഒരു പ്രശ്നമുണ്ട്. പല ആളുകളും ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടന്നു വരുന്നത്. ആ പേടി മാറ്റാൻ ഒരു രക്ഷയുമില്ല, നമ്മുടെ കയ്യിൽ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പേടിയുള്ളവർ അക്കൗണ്ട് എടുക്കേണ്ടതില്ല, മെസ്സേജ് അയക്കേണ്ടതുമില്ല. കാരണം അത് നമ്മുടെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം, മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെ അറിയാം. കാരണം കുറച്ചൊക്കെ അറിവില്ലെങ്കിൽ ഈ പേടി മാറില്ല. ഭയങ്കരമായിട്ട് ഒരാൾക്ക് ധൈര്യം കൊടുക്കാനുള്ള സമയവും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മെജോറിറ്റി സമയം ഞാൻ ചിലവഴിക്കുന്നത് റിസർച്ചിന് വേണ്ടിയിട്ടാണ്. കാരണം അത് എനിക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ റിസർച്ചിന് ചിലവഴിക്കും. പിന്നീട് ചിലവഴിക്കും നമ്മുടെ ക്ലയൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്ലയൻസിനൊപ്പമാണ് എന്ന് പറയാം. അപ്പം അഡീഷണൽ സമയം ഞാൻ കണ്ടെത്തണം പുറത്തുനിന്ന് വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനും അവരുമായിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര സംശയമാണ്, ഇങ്ങനെയാണെങ്കിൽ നമുക്കതിനുള്ള സമയമില്ല. കാരണം അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുക, അതാണ് എൻ്റെ പ്രൈമറി പ്രയോറിറ്റി. മറ്റൊന്നും ഞാൻ നോക്കാറില്ല. ഹ്യൂമൻ ബീങ് ആണ്. ഒരു പക്ഷേ എൻ്റെ പ്രഡിക്ഷനെ തെറ്റ് പറ്റിയേക്കാം, കാരണം ഇതൊക്കെ ഒരു പ്രഡിക്ഷനാണ്. അപ്പം ഞാൻ ഡേറ്റയുടെ ബലത്തിലാണ് കൊടുക്കുക, ചുമ്മാ മാവേലെറിഞ്ഞിട്ട് അല്ല കൊടുക്കുക. അപ്പോൾ ആ ഡേറ്റ മാറിപ്പോയെങ്കിൽ മാത്രം, അങ്ങനെ എത്ര പ്രാവശ്യം തെറ്റ് പറ്റും, ഒരാൾക്ക് എത്ര പ്രാവശ്യം അങ്ങനെ മാറിപ്പോകാൻ പറ്റും? അങ്ങനെ എപ്പോഴും മാറിപ്പോകില്ലല്ലോ. അപ്പോൾ അഥവാ അങ്ങനെ ഒരു പ്രാവശ്യം മാറിപ്പോയാൽ പോലും നമുക്കത് അടുത്ത മാസം ചേഞ്ച് ചെയ്യാൻ, അടുത്ത മാസമല്ല ഏത് സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ തെറ്റിന്ന് തന്നെ തിരുത്തിയാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെയാണത്. കാരണം ഈ ലോകത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. കണ്ടുപിടിക്കുക, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കുക, ഇതാണ് എൻ്റെ ഡ്യൂട്ടി. ഇപ്പോൾ ഞാൻ വെള്ളിയുടെ വിലയും ഗോൾഡിൻ്റെ വിലയൊക്കെ കയറുന്ന സമയത്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലയൻസിന് അയച്ചു കൊടുത്തിട്ട് എത്ര പേര് ചെയ്തിട്ടുണ്ട്? വളരെ കുറവാണ്.
എന്നാലും ഞാൻ അയച്ചു കൊടുക്കും. ഞാനത് അയച്ചു കൊടുക്കാതിരിക്കില്ല. കാരണം അവർ എഡ്യൂക്കേറ്റായിട്ട് വരണം. എൻ്റെ ക്ലയൻസിന് ഇത് എത്തിച്ചു കൊടുക്കുക. അവർ ഇൻവെസ്റ്റ് ചെയ്താലും ഇല്ലല്ലോ, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് എത്തിച്ചു കൊടുത്താൽ എനിക്കൊരു സമാധാനമുള്ളൂ, സാറ്റിസ്ഫാക്ഷനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ഇൻവെസ്റ്റേഴ്സ്, അവർക്ക് എൻ്റെ അറിവും കൂടെ ഞാൻ പങ്കുവയ്ക്കും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൽ ഭയങ്കര പേടിയുള്ളതും നമ്മളെ സംശയമുള്ളതും അങ്ങനെയുള്ള ആൾക്കാർ ദയവായിട്ട് വരാതിരിക്കുക. നമ്മുടെ സമയം മെനക്കെടുത്തായിരിക്കുക. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ തമാശക്കാരും മെസ്സേജ് അയക്കാതിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. ഇത്രയും റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അവർക്ക് പറ്റിയിട്ടുള്ള ഫണ്ടാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. ഇത് ഹൈബ്രിഡ് ഫണ്ടാണ്. അപ്പോൾ ഈ ഫണ്ട്സിൻ്റെ റിട്ടേൺ നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് 3-4 പേജുകളുണ്ട് കേട്ടോ. ഞാൻ ഒറ്റ പേജ് മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യത്തെ പേജാണ്, അതുകൊണ്ടാണ് അത് ഷെയർ ചെയ്ത്. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നവർക്ക് മറ്റ് പേജുകൾ കൂടിയുണ്ട്. പിന്നെ ഈ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ പേജുകളും ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ കയറി നോക്കുക. സീരിയസ് ആയിട്ട് സ്റ്റഡിയും മറ്റും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് സ്റ്റഡി ചെയ്യാം. എന്തായാലും ഈ വീഡിയോ മാത്രം പോരല്ലോ, ഇതൊരു തുടക്കമാണ്. കാരണം ഇത് വെച്ചിട്ട് ഈ ഫയലുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറേ റിസർച്ച് നടത്താൻ കഴിയും. അപ്പോൾ അങ്ങനെ റിസർച്ച് നടത്തിക്കോളൂ. മറ്റ് ഫയൽസും കൂടെ ഞാൻ ഇടുന്നില്ല, എല്ലാം കൂടെ കുളവാകും. ഇത് തന്നെ 4 പേജ് ഉണ്ടല്ലോ, മറ്റേതും കൂടെ വരും 10-20 പേജാകും. അതപ്പോൾ തൽക്കാലം നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കൂ, മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 3.74% ടു 1.58%. അതായത് പല വ്യത്യസ്ത രീതിയിലാണ് ഇതിൻ്റെ റിട്ടേൺ ഉള്ളത്. അപ്പോൾ ഏറ്റവും റിട്ടേൺ കൂടിയിട്ടുള്ള ഫണ്ട് നല്ലതും ഏറ്റവും റിട്ടേൺ കുറഞ്ഞിട്ടുള്ള ഫണ്ട് മോശം എന്ന് ഇതിൽ അർത്ഥമില്ല. എന്താ കാരണം? മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി അസറ്റുകളിലാണ്, വിവിധ അസറ്റുകളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇന്ത്യൻ ഇക്വിറ്റി അതിലുണ്ടാവും, കോർപ്പറേറ്റ് ബോണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പോലെയുള്ള ഡെറ്റ് ഫണ്ടുകൾ അതിൽ, അല്ലെങ്കിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അതിലുണ്ടാവും. ഗിൽറ്റ് പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഉണ്ട്, ഡെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ഗോൾഡ് ഉണ്ടാവാം. മിക്കതിലും ഗോൾഡ് ഉണ്ട്. ഗോൾഡ് ഇല്ലാത്ത മ്യൂച്വൽ ഫണ്ട് ഞാനിത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ സിൽവർ ഉണ്ടാകാം. സിൽവർ ഇല്ലാത്ത ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അതിന് റിട്ടേൺ താരതമ്യം ഇപ്പോൾ കുറവായിരിക്കും എന്ന് വെച്ചിട്ട് ഫ്യൂച്ചറിൽ അതിന് റിട്ടേൺ കിട്ടില്ല എന്ന അർത്ഥമില്ല. സിൽവറിൻ്റെ വില ക്രാഷ് ആകുമ്പോൾ, അല്ലെങ്കിൽ ക്രാഷ് ആകാൻ തുടങ്ങുമ്പോൾ എന്താവും? സിൽവറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ വളരെയധികം കുറയും, അല്ലേ? അതങ്ങനെയാണല്ലോ. അപ്പോൾ ഓരോന്നിനും ഓരോ കാരണമുണ്ട്. ഇനി അതുകൂടാതെ ചില മ്യൂച്വൽ ഫണ്ടുകളിൽ ഓവർസീസ് ഫണ്ടുമുണ്ട്. അതായത് ഇൻ്റർനാഷണൽ ഫണ്ട്സ് എന്ന് പറയും, ഇന്ത്യക്ക് വെളിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഫയലും കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ സ്ലൈഡ് കഴിഞ്ഞിട്ട് കാണിക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും 5 തരം അസറ്റ് ക്ലാസ്സുകളിലാണ് ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിലും ഈ 5 ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. മൾട്ടി ആയാൽ മതി, ഒന്നിൽ കൂടുതൽ. മൾട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ഒന്നിൽ കൂടുതൽ ആയാൽ മതി. അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഇത് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഗോൾഡിലും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നോർമലി ഗോൾഡ്, സിൽവർ അല്ലെ കമ്മോഡിറ്റി അതിലുണ്ടാവും. ചിലതിൽ ഇൻ്റർനാഷണൽ ഫണ്ട്സ് ഉണ്ടാകും, മനസ്സിലാക്കുക. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് ഏതാണ്? കൊട്ടക്കിൻ്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ്. ഒരു മാസത്തെ റിട്ടേൺ നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 3.75. ഇനിയിപ്പോൾ 10 വർഷത്തെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ ഇപ്പോൾ ഈ പേജിൽ അധികം ഇല്ലാന്നേ ഉള്ളൂ. 10 വർഷത്തെ റിട്ടേൺ കമ്പയർ ചെയ്യണമെങ്കിൽ മൊത്തം പേജും കമ്പയർ ചെയ്യണം. ഈ പേജിൽ കാണുന്നത് ഞാൻ പറയാം. ക്വാണ്ടിൻ്റെ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് 10 വർഷത്തെ CAGR എന്ന് പറയുന്നത് 18%, 5 വർഷത്തെ CAGR എന്ന് പറഞ്ഞ് 26%, 3 വർഷത്തേത് 21%, 2 വർഷത്തേത് 19%, 1 വർഷത്തേത് 22-നടുത്തും, 6 മാസം ഓക്കെ അത്രയും പോരെ, 6 മാസത്തെ 12.5, 3 മാസത്തെ 6.25, 1 മാസത്തേത് 2.82. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം, 1 മാസത്തിൽ കുറഞ്ഞു കൂടി എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അധികം പാനിക്കാകുകയോ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. കാരണം ഓരോ ഫണ്ടുകളും ഓരോ ഫംഗ്ഷനാണ്. പൊതുവേ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് നമ്മൾ ആദ്യം കണ്ട പ്യുവർ സിൽവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും, ഗോൾഡ് പ്ലസ് സിൽവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും, പ്യുവർ ഗോൾഡ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും റിസ്ക് കുറവാണ്. റിസ്ക് കുറയുമ്പോൾ ഓഫ് കോഴ്സ് റിട്ടേണും കുറയും. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫണ്ടുകളിൽ അലോക്കേറ്റ് ചെയ്യണം. എന്നാൽ ഞാൻ ഇന്ത്യൻ ഫണ്ടുകൾ, ഇപ്പോൾ ബന്ധൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് നല്ല ഫണ്ടാണ്, HDFC ഫ്ലെക്സി ക്യാപ്പ് നല്ല ഫണ്ടാണ്, നിപ്പോൺ ഇന്ത്യ മൾട്ടി ക്യാപ്പ് നല്ല ഫണ്ടാണ്, ഫ്രാങ്ക്ലിൻ ഫ്ലെക്സി ക്യാപ്പ് നല്ല ഫണ്ടാണ്, മോട്ടിലാൽ ഓസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് നല്ല ഫണ്ടാണ്. അങ്ങനെ ഒരുപാട് നല്ല ഫണ്ട്സ് ഉണ്ട്. ഇത് പ്യുവർലി
ലാർജ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇതിൽ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ ആ ഫണ്ടുകളെ പറ്റി ഇപ്പോൾ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് കണ്ടല്ലോ. ആ തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ചാർട്ട് കണ്ടു. അതിൽ ഈ മാസം ഒരു റെഡാണ് വന്നിരിക്കുന്നത്. സോ ഇന്ത്യൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളും റിട്ടേൺ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നോർമലി ഇന്ത്യൻ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഞാനടക്കം കേട്ടോ. എൻ്റെ അത് തന്നെയാണ്, ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഗോൾഡിലും സിൽവറിലും ചെയ്തിട്ടുണ്ട്. ഈ ഒരു റാലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഫണ്ടുകൾ നമ്മളിത് ഉൾപ്പെടുത്താത്തത് അത് റിട്ടേൺ തരാത്തതുകൊണ്ടാണ്. പക്ഷേ അടുത്ത മാസം ഇന്ത്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, ഫെബ്രുവരിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബജറ്റോടനുബന്ധിച്ച് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സൂപ്പറായിട്ട് ഈ ഫണ്ടുകൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ SBI കോൺട്രാ ഫണ്ട് പോലെയുള്ള എല്ലാ ഫണ്ടുകളും, നേരത്തെ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളെല്ലാം മുകളിലേക്ക് കയറിപ്പോകുന്നതായിരിക്കും. അതായത് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ ഗ്യാരണ്ടീഡ് അല്ല. അപ്പോൾ ഗ്യാരണ്ടീഡ് റിട്ടേൺ അല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന മാസീവ് റിട്ടേൺസ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്, 8% റിട്ടേൺ കിട്ടുമെങ്കിൽ ഒരു വർഷം ആ 8% കിട്ടും. എന്നാൽ 200% റിട്ടേൺ കിട്ടിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ ഗ്യാരണ്ടീഡ് അല്ലാത്തത് കൊണ്ടാണ്. അത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ അട്രാക്ഷനും. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആകർഷണം എന്ന് പറയുന്നത്? ഇതാണ്, റിട്ടേൺ ഗ്യാരണ്ടീഡ് അല്ല എന്നാണ്. പലരും അത് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കും. അത് ഗ്യാരണ്ടീഡ് അല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് 200% റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ 100% റിട്ടേൺ കിട്ടുന്നത്, 187% റിട്ടേൺ കിട്ടുന്നത്. അതെ, അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ അതൊരു കുഴപ്പമൊന്നുമല്ല. ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അത് പെർഫോം ചെയ്യും. എന്നാൽ നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടതില്ല. എന്താണോ നമ്മുടെ മുന്നിൽ കാണുന്നത്, എന്താണോ ഡേറ്റ പറയുന്നത്, ആ ഡേറ്റ അനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഓവറോൾ CAGR അത് കൂടി തന്നെ ഇരിക്കും. അത് ചിലപ്പോൾ നമുക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ കൂട്ടാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. നമ്മൾ ഗ്രാജുവലി ഈ ഒരു റൂൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് കൂടിക്കോളും, ഗ്രാജുവലി കൂടിക്കോളും. ഇനി സിൽവറിൻ്റെ പെർഫോമൻസ്, അത് ഇപ്പോൾ പലരും സിൽവർ പ്രോഫിറ്റ് ബുക്കിംഗ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. സിൽവറിൽ കറക്ഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡേറ്റയിൽ കാണാൻ പറ്റും. അപ്പോൾ വേറെ എന്തെങ്കിലും സെക്യൂരിറ്റീസ് പെർഫോം ചെയ്യും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ 25,000 രൂപ SIP ഞാൻ ആദ്യം ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. എല്ലാ മാസവും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ചില സമയങ്ങളിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ഡേറ്റ നമ്മളോടത് പറയും, അത് കൂട്ടിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ഫണ്ട് ഇറക്കാനും നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോഴേ തന്നെ, നല്ല കാലത്ത് തന്നെ ലിക്വിഡ് ഫണ്ട് ഡേറ്റ ഞാനിപ്പോൾ എടുത്തിട്ടില്ല, ഓക്കെ, എനിവേ ലിക്വിഡ് ഫണ്ടുകളിൽ കുറേ പൈസ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഓൾമോസ്റ്റ് FDയുടെ റിട്ടേൺ കിട്ടും അതിൽ, ഓൾമോസ്റ്റ് FDയുടെ റിട്ടേൺ. അതുപോരെ, അതെന്തിനാണെന്ന് ചോദിച്ചാൽ എമർജൻസി സിറ്റുവേഷൻ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ടാണ്. അതിൽ ഈ FDയുടെ റിട്ടേൺ ഓക്കെ, അത് മതി, ഓഫ് കോഴ്സ് അത് മതി. എന്നിട്ട് നമുക്കത് ആവശ്യമുള്ളപ്പോൾ ഇത് ഇറക്കാൻ പറ്റണം. അതുപോലെ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റണം. കാരണം മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഈ ഗ്യാരണ്ടീഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഹൈലി ഫ്ലക്ച്വേറ്റഡ് ആണ്. അപ്പോൾ ഫ്ലക്ച്വേഷൻ സമയങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കോസ്റ്റ് ആവറേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ വേണം. അത് നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ കരുതുകയും വേണം. സേവിങ് ഇട്ട് അത്രയും റിട്ടേൺ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ലിക്വിഡ് ഫണ്ട് പറഞ്ഞത്. ലിക്വിഡ് എന്ന് ഉദ്ദേശിച്ചത് അത് ഒരു ഡെറ്റ് ഫണ്ടാണ്, റിട്ടേൺ കുറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 6-7% ആ ഒരു CAGR കിട്ടുന്നുണ്ട്. അതിലും കൂടുതൽ കിട്ടുന്ന ഡെറ്റ് ഫണ്ടുകളും ഉണ്ട്. അത് ശകലം വോളട്ടൈലാണ്, എന്നാൽ പോലും ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ഫയലിലേക്ക്, ഓവർസീസ് ഫണ്ടാണ്, അതായത് ഇന്ത്യക്ക് വെളിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ്. ഈ ഒരു ഫയലിൽ 1 മാസം ആയിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് ഏതാണെന്ന് നോക്കിയേ, HSBC ബ്രസീൽ ഫണ്ട്. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ, ബ്രസീൽ. അപ്പോൾ ഈ ബ്രസീലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടാണ് ബ്രസീൽ ഫണ്ട്. HSBCയുടെ ആണ്. അത് എത്രയാണ് റിട്ടേൺ? 18%. സോ നമ്മളിതെല്ലാം കീനായിട്ട് വാച്ച് ചെയ്യുകയും ഒരു ചെറിയ എമൗണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി ഇതിപ്പോൾ ഫണ്ടിൻ്റെ പേരും പാസ്റ്റ് റിട്ടേണും മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഇതെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് നമ്മൾ ഇതൊന്ന് അരച്ച് കലക്കി പഠിച്ചതിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. എല്ലാവരും അങ്ങനെയാണ്, നിങ്ങളാണെങ്കിലും ഗൂഗിളിലൊക്കെ നോക്കില്ലേ. അപ്പോൾ അതിനൊരു ഹെൽപ്പാകും തീർച്ചയായിട്ടും എൻ്റെ ഈ സ്റ്റഡികൾ. അപ്പോൾ ബ്രസീൽ ഫണ്ട് നോക്കി നോക്കുക. 1 മാസം റിട്ടേൺ 18%, 3 മാസം റിട്ടേൺ 25.5%, 6 മാസം റിട്ടേൺ 40.5%, 1 വർഷത്തെ റിട്ടേൺ 63%,
2 വർഷത്തേത് CAGR 16, 16.5, 3 വർഷത്തേത് 16, 5 വർഷത്തേത് 6.86, 10 വർഷത്തേത് 10.51%. സോ ഹൈലി വോളറ്റൈൽ ഫണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഫണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ഈ മാസം റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് ബ്രസീലിൻ്റെ ഈ ഫണ്ടാണ്, HSBC ബ്രസീൽ ഫണ്ട്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത ഫയലാണ്. ഇന്നലെ നൈറ്റിലിരുന്ന് ഇന്ന് രാവിലെ കൂടെ പ്രിപ്പറേഷൻ കഴിഞ്ഞത്. സോ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ചെയ്തതാണ്. പിന്നെ അടുത്ത ഫണ്ട് ഏതാണെന്ന് പറഞ്ഞാൽ വേൾഡ് മൈനിങ് ഓവർസീസ് ഇക്വിറ്റി ഫണ്ട്. കഴിഞ്ഞ ഫയലിൽ നമ്മൾ ഗോൾഡ് മൈനിങ് കമ്പനീസിൽ ആണ് കണ്ടത്. ഇത് വേൾഡ് മൈനിങ് ഓവർസീസ് ഫണ്ടാണ്. DSBയുടെ ആണ്. 16% റിട്ടേൺ 1 മന്ത്, 3 മന്ത് 35%, 6 മന്ത് 71%, 1 ഇയർ 96.68, 2 ഇയർ CAGR 46%, 3 വർഷം 21%, 5 വർഷം 19%, 10 വർഷം 22.25%. വേൾഡ് മൈനിങ് ഓവർസീസ് ഫണ്ടാണ്. പിന്നെ അടുത്ത ICICI പ്രൊഡൻഷ്യൽ സ്ട്രാറ്റജിക് മെറ്റൽ ആൻഡ് എനർജി ഇക്വിറ്റി ഫണ്ടാണ്. അത് നോക്കൂ, ഒരു മാസത്തെ 15%, 3 മാസത്തേത് 27, 6 മാസത്തെ 52, 1 ഇയർ 75, 2 ഇയർ 46, 3 ഇയർ 24. ഇതങ്ങനെ പോകുന്നു. കണ്ടോ, ഈ ഫയലുകളിൽ മൊത്തം ഉണ്ട്. ബാക്കിയുള്ള ഫണ്ടുകൾ സ്റ്റഡി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫണ്ടുകൾ, കുറച്ച് ഇമ്പോർട്ടൻ്റ് തീമുകളാണ് പറഞ്ഞത്. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഏത് സമയത്തും പെർഫോം ചെയ്യുന്ന എന്തെങ്കിലും അസറ്റ് നമുക്കുണ്ടാവും. അത് ഇന്ത്യക്കകത്തായിരിക്കും, ഇന്ത്യക്ക് പുറത്തായിരിക്കും. എന്നാൽ ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ നമുക്ക് അതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ റിട്ടേൺ കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫണ്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇത് പലരും പല രീതിയിൽ പറയും. ഷിഫ്റ്റ് ചെയ്യാതെയും നമുക്ക് ഈ റിട്ടേൺ കിട്ടും കേട്ടോ. പക്ഷേ ചിലപ്പോൾ ഒരു വർഷമൊക്കെ അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഫണ്ട് ചിലപ്പോൾ അധികം പെർഫോം ചെയ്യാതെ ഇരുന്നിട്ടായിരിക്കാം പിന്നീട് നമ്മൾ ആ റിട്ടേണിലേക്ക് എത്തുന്നത്. പിന്നീടുള്ള പെർഫോമൻസ് മാസീവായിട്ട് അങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാവരും നല്ല ഇതാണ് പറയുന്നത്, നമുക്ക് ഡേറ്റ എന്ത് തരുന്നോ അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ SIP ഒക്കെ ചെയ്യുന്ന നല്ല ഫണ്ടായിരിക്കും. അപ്പോൾ ആ ഫണ്ടിൽ SIP ചെയ്യുന്നത് നിർത്തണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ ഇതുപോലുള്ള ഫണ്ടുകളിൽ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ പരിഗണിക്കാം. ഇനി ഒട്ടും പൈസ ഇല്ലാത്തവർ കുറച്ച് SIP ഒക്കെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ SIP സ്റ്റാർട്ട് ചെയ്യാം. അതും മാറ്റേണ്ടി വരും കേട്ടോ, അതും മാറ്റേണ്ടി വരും കുറേ നാൾ കഴിയുമ്പോൾ. അപ്പം അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടിയിട്ട് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് 2 തരത്തിലുണ്ടെന്ന് പറയാം, ആക്റ്റീവ് ഇൻവെസ്റ്ററും പാസീവ് ഇൻവെസ്റ്ററും. പാസീവ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ തന്നെ അതിൻ്റെ ഒരു സംഭവങ്ങളും നമ്മൾ ഇപ്പോഴത്തെ റിട്ടേണോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ സ്ഥിരമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്. അങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. അതാണ് ഹിസ്റ്ററി പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഇൻവെസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചാടിക്കൊണ്ടിരിക്കും. അതായത് നല്ല പൊട്ടൻഷ്യൽ സാധ്യത ഉള്ള ഫണ്ടുകളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുക. അതായത് ട്രേഡറിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അത് ആക്റ്റീവ് ഇൻവെസ്റ്ററാണ്. അങ്ങനെയുള്ളവരും വിജയിച്ചിട്ടുണ്ട്. ഈ 2 തരം ഇൻവെസ്റ്റേഴ്സും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ചെയ്താൽ മതി. ആക്ച്വലി ഞാനൊരു ആക്റ്റീവ് ഇൻവെസ്റ്ററാണ്, പക്ഷേ ഞാനൊരു പാസീവ് ഇൻവെസ്റ്റർ കൂടിയാണ്. അതായത് എല്ലാ ഫണ്ടുകളും ഞാൻ പെട്ടെന്ന് സ്വിച്ച് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യില്ല. ആക്ടിവിറ്റി ഉണ്ട്. ഞാൻ ഇതുപോലെ കാണുന്നതിലൊക്കെ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. അതിൻ്റെ ഒരു ഇതാണ്, ഒരു നേച്ചറാണ്, ഞാനത് ചെയ്തിരിക്കും. പക്ഷേ എൻ്റെ പഴയ ഫണ്ടുകൾ നല്ല റിട്ടേൺ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നേരത്തെ തന്നിട്ടുള്ള ഫണ്ടുകളൊന്നും വിറ്റിട്ടല്ല ഞാനിതിലേക്ക് മാറുക. ചിലതൊക്കെ വിൽക്കും, എല്ലാം വിൽക്കില്ല. ചിലതൊക്കെ നമ്മൾ സ്വിച്ച് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യും. കാരണം കാശ് വേണമല്ലോ. കാരണം ഇതേപോലത്തെ തീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചെറുതെങ്കിൽ ചെറുത് ഞാനത് ചെയ്യാറുണ്ട്. അപ്പം ഞാനൊരു മിക്സഡ് ഇൻവെസ്റ്ററാണെന്ന് പറയാം. ആക്റ്റീവ് പ്ലസ് പാസീവ് മിക്സഡ് ഇൻവെസ്റ്ററാണെന്ന് പറയാം. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യം വേണം. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 1 കോടി എന്നുള്ള ഒരു ലക്ഷ്യമാണ്. എല്ലാവരും ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ഓൾറെഡി എനിക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ അതിലെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് അതിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ പലർക്കും അങ്ങനെ അസറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഈ 1 കോടി എത്തിക്കുക എന്നുള്ളതാണ്. അതെന്തായാലും ഞാൻ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എത്തിക്കും. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ എത്തിക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഒരുപാട് തരുന്നുണ്ട്. നമ്മളത് കാണാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ടിട്ട് നമ്മളത് വിശ്വസിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി
ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.